ഹലോ, ഒത്തിരി ടൈം എടുക്കാതെ വളരെ പെട്ടെന്ന് ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ചിക്കൻ ഒന്ന് മാറ്റി വെക്കും. ഇനി ഒരു പാത്രം ചൂടായ ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ഗ്രാമ്പു, ഒരു കഷ്ണം കറുവപ്പട്ട, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ അടച്ചു വെക്കുക. തിളച്ച് വന്ന ശേഷം 2.5 കപ്പ് അരിയും കൂടെ ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. റൈസ് കുക്കായി വരുമ്പോഴേക്കും മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടി ഒരു പാത്രം ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 7 സവാള ഇട്ട് കൊടുക്കുക. സവാള വഴന്നു വരാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള വാടി വന്ന ശേഷം ഇതിലേക്ക് 2 തക്കാളി, 5 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുക്കായ ശേഷം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല എന്നിവ 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. കുക്കായി വന്ന ശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി കൂടുതലുള്ള തൈരാണോ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാല ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. ഇനി ഒരു തേങ്ങാ ചമ്മന്തി കൂടെ അരച്ചെടുക്കുക. ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതും കൂടെ ചേർത്തിട്ട് ഒരു ചമ്മന്തി തയ്യാറാക്കുക. അരച്ചെടുത്ത ശേഷം ഒരല്പം വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ഇത് വിളമ്പി കഴിക്കാം. പുളിയിലേക്ക് ശർക്കരയും മുളക് പൊടിയും ഉപ്പും കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച ശേഷം ബിരിയാണിക്ക് സൈഡായിട്ട് കഴിക്കാൻ തയ്യാറാക്കിയതാണിത്. സവാളയും മല്ലിയിലയും പച്ചമുളകും ഉപ്പും ഒരല്പം തൈരും കൂടെ ചേർത്തൊരു സാലഡ് കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിക്കൻ ദം ബിരിയാണീൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.